സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ മഹാനായ പ്രവാചകനായ യോഹന്ന സ്നാപകന്റെ ജീവിതകഥ നമുക്ക് പരിചയപ്പെടുത്താം. ദൈവദൂതന്റെ സന്ദേശത്തോടെ ജനിച്ച, സത്യത്തിനായി ധീരതയോടെ ജീവിച്ച സ്നാപകനായ യോഹന്ന ജനങ്ങളെ ദൈവരാജ്യത്തിന് തയ്യാറാക്കാൻ വിളിച്ചവനായിരുന്നു. അദ്ദേഹത്തിന്റെ ദൈവിക വിളിയും സത്യസാക്ഷ്യവും നമ്മെ ആശ്വസിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഈ വിശുദ്ധ കഥയിലൂടെ ദൈവത്തിന്റെ മഹത്വം നമുക്ക് അനുഭവിക്കാം. ദൂതൻ ജനനത്തെ അറിയിക്കുന്നു. സക്രിയയും എലിസബത്തും ദൈവഭക്തരായ ദമ്പതികളായിരുന്നു. എങ്കിലും അവർ കുട്ടികളില്ലാതെ ദുഃഖിതരായിരുന്നു. ഒരു ദിവസം ദൈവദൂതൻ ഗബ്രിയേൽ സക്രിയാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സക്രിയ, വിശുദ്ധ ബലിക്കായി എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. സക്കറിയ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരിക്കും. അവനെ യോഹന്നാൻ എന്ന് പേരിടുക. അവൻ ദൈവത്തിന്റെ വലിയ പ്രവാചകനായിരിക്കും. എന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? എന്നാൽ എന്റെ പ്രായവും എലിസബത്തിന്റെ വയസ്സും ചിന്തിച്ചാൽ ഇതെങ്ങനെ സാധ്യമാകും? നിന്റെ വിശ്വാസം കുറഞ്ഞതുകൊണ്ട് നീ മൗനവാനായിരിക്കും. കുഞ്ഞിന്റെ ജനനം വരെ നിനക്ക് സംസാരിക്കാൻ കഴിയില്ല. അകത്തെന്തോ സംഭവിക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. സക്രിയ, അങ്ങയ്ക്ക് എന്തു പറ്റി? അങ്ങയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. സക്രിയ, ദൈവം എത്രയോ നല്ലവനാണ്. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഈ കുഞ്ഞിലൂടെ ദൈവം നമ്മിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ ജനനം. ദൂതന്റെ വാക്കുകൾ അനുസരിച്ചും ദൈവത്തിന്റെ വാഗ്ദാനപ്രകാരം എലിസബത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. 7-ാം ദിവസം കുട്ടിക്ക് പേര് നൽകുന്ന ചടങ്ങിൽ എല്ലാവരും ഒത്തുചേർന്നു. കുഞ്ഞിന്റെ മുഖം നോക്കൂ, സഖലിയായി പോലെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ കുഞ്ഞിന് നാമകരണം നടത്തണമല്ലേ? സക്കറിയ എന്നായിരിക്കും പേര്. കുഞ്ഞിന്റെ പിതാവിന്റെ പേര് ഇടുന്നതാണല്ലോ നല്ലത്. കുട്ടിയുടെ പേര് യോഹന്നാൻ എന്നാണ്. ഈ പേര് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലല്ലോ. സക്കറിയ, നീയാണ് കുട്ടിയുടെ പിതാവ്. നീയാണ് പേര് നിശ്ചയിക്കേണ്ടത്. ഹല്ലേലൂയ! എന്റെ ദൈവത്തിന് മഹത്വം. എന്റെ ജനത്തിന് രക്ഷയുമായി ദൈവം കടന്നു വരുന്നു. ഇത് ദൈവത്തിന്റെ വിസ്മയം. ഈ കുഞ്ഞ് മഹാനായി തീരും. യോഹന്നാൻ മരുഭൂമിയിൽ. യോഹന്നാൻ ദൈവം സ്വീകരിച്ച് മരുഭൂമിയിൽ ജീവിക്കുകയായിരുന്നു. അവൻ ജനങ്ങളെ കുമ്പസാരത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് നയിച്ചു. പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ ദുഷ്ടമായ ജീവിതം ഉപേക്ഷിക്കുക. നിങ്ങളാണോ ആ മിശിഹ? അല്ല, എന്റെ ശേഷം ഒരാൾ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇവിടെ നടക്കുന്ന സ്നാനം എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്? ആരാണ് നിങ്ങൾക്ക് ഈ അധികാരം തന്നത്? ഞാൻ വെള്ളത്തിൽ നിന്ന് സ്നാനം നൽകുന്നു. എന്നാൽ ആകാശത്ത് നിന്ന് കത്തുന്ന തീയുടെ ശക്തിയുമായി ഒരാൾ വരുന്നു. യേശുവിന്റെ സ്നാനം. യേശു യോഹന്നാനെ സമീപിക്കുമ്പോൾ
ദൈവിക സാന്നിധ്യം അരങ്ങേറുന്നു. യോഹന്ന, ഞാൻ സ്നാനം സ്വീകരിക്കണം, ഇതോടെ ദൈവനീതി പൂർത്തിയാകും. ഞാൻ അങ്ങിൽ നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. എങ്കിലും ദൈവേഷ്ടം നിറവേറട്ടെ. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനാണ്. ഇവൻ ദൈവദൂതൻ തന്നെ ആയിരിക്കണം. നമ്മൾ അനുഗ്രഹീതർ. എന്നാലും ഹെറോദിയ അവനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്. യോഹന്നാന്റെ വീരമരണവും ശൂന്യബലിയും. യോഹന്നാൻ രാജാവായ ഹെറോദോസിന്റെ അനീതികളെ തുറന്നു കാട്ടി. എന്നാൽ ഹെറോദിയയ്ക്ക് അത് സഹിക്കാനായില്ല. അവൻ രാജകീയതയെ അപമാനിക്കുകയാണ്. അവനെ ഒന്ന് പഠിപ്പിക്കണം. സലോമി, എന്റെ പ്രിയപ്പെട്ട മകളെ, യോഹന്നാൻ വധിക്കപ്പെടണം. അമ്മേ, അദ്ദേഹം ഒരു നീതിമാനല്ലേ? മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നവൻ. നിനക്കാരാണ് വലുത്, നിന്റെ അമ്മയോ അതോ ആ ചാക്കു വസ്ത്രധാരിയോ? അമ്മേ, എന്നാലും എന്റെ മകളെ, അമ്മയോട് നിനക്ക് ഒട്ടും സ്നേഹമില്ലല്ലോ. അമ്മേ, അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്? അമ്മ പറയുന്നത് ഞാൻ ചെയ്തുകൊള്ളാം. నూతన మహాదయను నను గణించెను. యెహోవా మురళించెను, తన మహాదయను నను గణించెను. వస్త్రమెడలించెను, యేసునాథు రక్తమున ముంచెను. అనీతి వస్త్రమెడలించెను, యేసునాథు రక్తమున ముంచెను. చూపెను యెహోవా మురళించెను, తన మహాదయను నను
മഹത്വം അതിമനോഹരമായിരിക്കുന്നു. നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്? നീ എന്ത് ചോദിച്ചാലും ഞാൻ നൽകിക്കൊള്ളാം. അമ്മേ, ഞാൻ എന്ത് ചോദിക്കണം? നീ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ ആവശ്യപ്പെടണം. പിതാവേ, യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ എനിക്ക് സമ്മാനമായി നൽകൂ. അവൻ സത്യസന്ധനായ ദൈവദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അവനെ തടവിലാക്കുക മാത്രം മതി. എനിക്ക് അത് തന്നെ വേണം, മറിച്ചൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാ മകളെ, ആ നിരപരാധിയുടെ ശിരസ്. നാശം തീർന്നു. അവൻ നല്ലവനായിരുന്നു, കർത്താവിന് വഴിയൊരുക്കാൻ വന്നവൻ. എൻ്റെ അധികാരധാഷ്ട്യം അവനെ ഇല്ലാതെയാക്കി. സ്നാപകൻ. ദൈവവിളിയോട് വിശ്വസ്തനായി ജീവിച്ച സ്നാപക യോഹന്നാൻ നമ്മുടെ കരുത്തിനും വിശ്വാസത്തിനും ഉദാഹരണമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടരാൻ ശ്രമിക്കാം.